ഫ്രം ഹൈഡ്രോകാർബൺ, ദറ്റ് ഈസ് ഫ്രം ആൽക്കീൻസ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആൽക്കെയിൻസിൽ നിന്നും അതേപോലെ ആൽക്കെയിൻസിൽ നിന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ദെൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ആൽക്കീൻസിൽ നിന്നാണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് HX. ഈ ഡബിൾ ബോണ്ടിൽ അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് HX. ആൽക്കീൻസ് ആഡ് HX, HCl, HBr or HI to form alkyl halides. നമുക്കറിയാം ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ്. ഡബിൾ ബോണ്ടഡിൽ ഒരു ഭാഗത്ത് ഹൈഡ്രജനും മറ്റൊരു ഭാഗത്ത് ഹലജനും ആഡ് ചെയ്യപ്പെടും. അഡീഷൻ റിയാക്ഷൻ ആണ്. ഇൻ ദി കേസ് ഓഫ് അൺസിമെട്രിക്കൽ ആൽക്കീൻസ് ദി അഡീഷൻ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു ദി മാർക്കോണിക്കോഫ് റൂൾസ്. മാർക്കോണിക്കോഫ്, ഇപ്പോൾ നമ്മൾ HCl ഒരു ഭാഗത്ത് ഹൈഡ്രജനും ഒരു ഭാഗത്ത് ഹലജനും അറ്റാച്ച് ചെയ്യപ്പെടും. അഡീഷൻ റിയാക്ഷൻ ഡബിൾ ബോണ്ടിൽ ഒരു ഭാഗത്ത് ഹൈഡ്രജനും ഒരു ഭാഗത്ത് ഹലജനും അറ്റാച്ച് ചെയ്യപ്പെടും. അപ്പോൾ താഴെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ CH കാണുന്നുണ്ട്, CH2 ഉണ്ട്. അപ്പോൾ അവിടെ CH2 വേണമെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ CHൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടാം. അപ്പോൾ അത് ഏതാണ് ആഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് മാർക്കോണിക്കോഫ് റൂൾസിൽ പറയുന്നത്. വെൻ ആൻ അൺസിമെട്രിക്കൽ reagent is added to an unsymmetrical alkene, the negative part of the addendum adding molecule gets attached to the carbon containing lesser number of hydrogen atom. നമുക്ക് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു മോളിക്യൂളിൽ, അൺസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഉള്ള കാർബണിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇവിടെ അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ അഡെൻഡം, അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്യപ്പെടുകയാണ്. അൺസിമെട്രിക്കൽ റിയേജന്റ് എന്ന് പറഞ്ഞാൽ Cl2 സിമെട്രിക്കൽ ആണ്, രണ്ടും Cl. പക്ഷേ HCl ആകുമ്പോഴോ അത് അൺസിമെട്രിക്കൽ, ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ആണ് ഒരു ഭാഗത്ത് ക്ലോറിൻ ആണ്. അതാണ് അൺസിമെട്രിക്കൽ അഡെൻഡം. അങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം, ഈ അഡെൻഡത്തിന്റെ അല്ലെങ്കിൽ ഈ റിയേജന്റിന്റെ ആഡ് ചെയ്യപ്പെടുന്ന റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഏറ്റവും ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ കാർബൺ ആറ്റം ഏതാണോ ആ കാർബൺ ആറ്റത്തിലാണ് നെഗറ്റീവ് ചാർജുള്ള അഡെൻഡം ആഡ് ചെയ്യപ്പെടുക. എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നതിൽ CH ഡബിൾ ബോണ്ട് CH2 എന്നുണ്ട്. അപ്പോൾ ഇവിടെ കാർബൺ ആറ്റം വിത്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ CH ആണ്. CHൽ ഇപ്പോൾ HCl വരികയാണ്, അല്ലെങ്കിൽ HBr, ഇവിടെ കൊടുത്തുള്ള HBr ആണ്. HBr വരുമ്പോൾ H പോസിറ്റീവ് ചാർജും Br മൈനസും ആയിരിക്കും. കാരണം ബ്രോമിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ Br എവിടെ ചെന്ന് ചേരും? CHലും ചേരാം, CH2ലും ചേരാം. പക്ഷെ എവിടെ ചെന്ന് ചേരുക? CHലാണ് ചേരുക. അതാണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നത്. എപ്പോഴും നെഗറ്റീവ് ചാർജ് വരുന്ന ഗ്രൂപ്പിന്റെ നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യപ്പെടുന്നത് ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ എണ്ണമുള്ള കാർബൺ ആറ്റത്തിലാണ്. ദറ്റ് ഈസ് കോൾഡ് മാർക്കോണിക്കോഫ് റൂൾ. ഇവിടെ നോക്കുക, CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. അപ്പോൾ രണ്ട് പ്രോഡക്റ്റുകൾ അവിടെ കിട്ടും. ഒന്ന് CH3CH2 CH2Br എന്നുള്ളതും മറ്റൊന്ന് CH3CHBr CH3 എന്നുള്ളതും. അപ്പോൾ ഇവിടെ രണ്ടാമത്തായിരിക്കും മേജർ പ്രോഡക്റ്റ്, ഒന്നാമത്തെ മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ മേജർ പ്രോഡക്റ്റ് CH3CHBr CH3 വരാൻ കാരണം നെഗറ്റീവ് പാർട്ട് എവിടെ ആഡ് ചെയ്യപ്പെടും? കാർബൺ ആറ്റം, ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇത് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരാനുള്ള കാരണം. ഫ്രം ഹൈഡ്രോകാർബൺ ആൻഡ് ഫ്രം ആൽക്കീൻസ്. ആൽക്കീൻസിൽ നിന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ഒന്ന് അഡീഷൻ ഓഫ് ഹലജൻ, Cl2Br2I2 പോലുള്ള ഹലജൻ ആഡ് ചെയ്യപ്പെടുകയാണ് ആൽക്കീനിലേക്ക്. ആൽക്കീൻസ് adds halogen to form vicinal dihalides, 2 halogen atoms on adjacent carbon atom. അപ്പോൾ ഇവിടെ നമുക്ക് ആൽക്കീനിലേക്ക് ഹലജൻ മോളിക്യൂൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ്സ് ആണ് കിട്ടുക. വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് തൊട്ടടുത്തുള്ള രണ്ട് കാർബൺ ആറ്റത്തിൽ രണ്ട് ഹലജൻ ആറ്റം വരുമ്പോഴാണ് അതിനെ വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അഡീഷൻ ഓഫ് ബ്രോമിൻ ഇൻ CCl4 ടു ആൻ ആൽക്കീൻ. ഒരു ആൽക്കീനിലേക്ക് കാർബൺ ടെട്രാക്ലോറൈഡിൽ ബ്രോമിൻ എടുത്തിട്ടുള്ള മിക്സർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് വിസിനൽ ഡൈബ്രോമൈഡ്സ് ആൻഡ് ആൾസോ ഇൻ ദി ഡിസ്ചാർജ് ഓഫ് ദി റെഡിഷ് ബ്രൗൺ കളർ ഓഫ് Br2 ഇൻ CCl4. അപ്പോൾ നമുക്കറിയാം ബ്രോമിന് റെഡിഷ് ബ്രൗൺ കളറാണുള്ളത്. അങ്ങനെ റെഡിഷ് ബ്രൗൺ കളറുള്ള ബ്രോമിൻ ഇൻ ഡിസോൾവ്ഡ് ഇൻ CCl4.
അത് നമ്മൾ ഒരു ആൽക്കീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസും കൂടിയുണ്ട്. ഒരു ഹൈഡ്രോ കാർബണിൽ അൺസാച്ചുറേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ റിയാക്ഷൻ ഉപയോഗിക്കും. നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഡിസപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അത് ആൽക്കീൻസിലും നടക്കും, ആൽക്കൈൻസിലും ഈ റിയാക്ഷൻ നടക്കും. അവിടെ the reaction CH2 double bond CH2 Br2 in CCl4 നമുക്ക് എന്ത് കിട്ടും? വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. CH2Br CH2Br on 2 ഡൈബ്രോമോമീഥൈൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഹലജൻ എക്സ്ചേഞ്ച് മൂന്നാമത്തതാണ്. ഹലജൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലെ മൂന്നാമത്താണ് ഹലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ്. ഹലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷൻ. ഓർഗാനിക് റിയാക്ഷൻസിൽ നെയ്മഡ് റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, രണ്ടാമത്തെ സ്വാർട്സ് റിയാക്ഷൻ. ഒന്നാമത്തെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നമുക്ക് ഇവിടെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ ബ്രോമൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ് in dry acetone, alkyl iodides are formed. This reaction is known as Finkelstein reaction. But alkyl halide RX is treated with sodium iodide in acetone. Sodium iodide in acetone, we will get a RI, alkyl iodide sodium halide കിട്ടും. ഈ ഒരു പിന്നെ റിയാക്ഷൻ്റെ ഹലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്നതിന് പറയാനുള്ള കാരണം, നമ്മൾ ഹലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിലാണ് ഫിംഗൽസ്റ്റീനും സ്വാർട്സും വരുന്നത്. ഹലജൻ എക്സ്ചേഞ്ച് എന്നിവിടെ പറയാനുള്ള കാരണം RX, അതായത് ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ ആണ് നമ്മളിവിടെ റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് എന്ത് ചെയ്യണം? ആ ഹലജനെ മാറ്റിയിട്ട് ക്ലോറിനോ ബ്രോമിനോ മാറ്റിയിട്ട് പകരം അവിടെ അയോഡിനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനെ ഹലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് പറയാനുള്ള കാരണം. റിയേജന്റ് സോഡിയം അയഡൈഡ് ഇൻ അസറ്റോൺ ആണ് ഒന്ന്, ഒന്ന് സബ്സ്ട്രേറ്റ് RX, RCl ആവാം, RBr ആവാം. അതാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? RI, ആൽക്കൈൽ അയഡൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ്സ്. ആൽക്കൈൽ ഫ്ലൂറൈഡ്സിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് സ്വാർട്സ് റിയാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ ഇസ് ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ്സ്, സിൽവർ ഫ്ലൂറൈഡ് AgF, അതേപോലെ മെർക്കുറിക് ഫ്ലൂറൈഡ് HgF2F2, കൊബാൾട്ട് ഫ്ലൂറൈഡ് COF2, ആൻറ്റിമണി ഫ്ലൂറൈഡ് SbF3 പോലുള്ള മെറ്റാലിക് ഫ്ലൂറൈഡുമായിട്ട് ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും. അപ്പോൾ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ദി ആൽക്കൈൽ ഫ്ലൂറൈഡ്. അവിടെ മെറ്റാലിക് ഫ്ലൂറൈഡ്സ് ആണ്, സിൽവർ ഫ്ലൂറൈഡ്, മെർക്കുറി ഫ്ലൂറൈഡ്, കൊബാൾട്ട് ഫ്ലൂറൈഡ്, അതേപോലെ ആൻറ്റിമണി ഫ്ലൂറൈഡ് പോലെയുള്ള മെറ്റാലിക് ഫ്ലൂറൈഡ്സുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടുന്നത്. നമുക്ക് അവിടെ RX റിയാക്ഷൻ, RX പ്ലസ് സിൽവർ ഫ്ലൂറൈഡ് AgF gives ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്ലസ് AgX, RF പ്ലസ് AgX. ഇനി കൊബാൾട്ട് ഫ്ലൂറൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ RX plus COF2, cobalt fluoride gives RF plus cobalt halide COX2 എന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു physical property ആണ്. In halo alkanes, the CX bond is polar due to greater electronegativity of halogen atom. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നേച്ചർ ഓഫ് CX ബോണ്ട് എന്നുള്ള ഭാഗത്ത് പറഞ്ഞതാണ്. ഹാലോ ആൽക്കെയിൻസിലെ CX ബോണ്ട് പോളാർ ഇൻ നേച്ചർ ആണ്. ഡ്യൂ ടു ദി ഗ്രേറ്റർ പൊളാരിറ്റി ആൻഡ് ഹയർ മോളാർ മാസ്, the intermolecular force of attraction, that is dipole and van der Waals force, are strong, and so they have a higher melting point and boiling point than hydrocarbons with comparable hydrocarbons of comparable molar mass. പറഞ്ഞ കാര്യം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ്. ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം എടുക്കാം. CH3Cl, മീഥൈൽ ക്ലോറൈഡ്. ഈ മീഥൈൽ ക്ലോറൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള മീഥൈൻ CH4 കമ്പയർ ചെയ്യുമ്പോൾ CH4-നേക്കാളും
മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും CH3Cl കൂടുതലാണ് ഒന്ന്. അല്ലെങ്കിൽ CH3Clന്റെ അതേ മോളാർ മാസ് വരുന്ന മറ്റൊരു മോളിക്യൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ഹാലോ ആൽക്കെയിൻസിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. അതിനുള്ള റീസൺ ആണ് നമ്മൾ പറഞ്ഞത് CX ബോണ്ട് പോളാർ ഇൻ നേച്ചർ ആണ്. CX ബോണ്ട് പോളാർ ആവാനുള്ള കാരണം എന്താണ്? ഹലജന് കാർബണേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ CX ബോണ്ട് പോളാർ നേച്ചറിലായതുകൊണ്ട് ഗ്രേറ്റർ പൊളാരിറ്റി ആൻഡ് ഹയർ മോളാർ മാസും ഉള്ളതുകൊണ്ട് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതൊക്കെയാണ്? ഡൈപോൾ ഡൈപോൾ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. കാരണം ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? CX ബോണ്ട് ഈസ് പോളാർ ഇൻ നേച്ചർ. CX ബോണ്ട് പോളാർ ആയതുകൊണ്ട് അവിടെ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഹാലോ ആൽക്കെയിൻസിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടാനുള്ള കാരണം. ഈ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഐസോമറിക് ഹാലോ ആൽക്കെയിൻസ് ഡിക്രീസിംഗ് വിത്ത് ഇൻക്രീസിംഗ് ബ്രാഞ്ച്. ബോയിലിംഗ് പോയിന്റ് ഐസോമറിക് ഹാലോ ആൽക്കെയിൻസിന്റെ ഐസോമറിക് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രക്ചറൽ ഐസോമർസ് ആണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഐസോമറിക് ഫോംസിന്റെ ഹാലോ ആൽക്കെയിൻസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ദാറ്റ് വിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസിംഗ് ബ്രാഞ്ച്. ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യും. അതിനുള്ള കാരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ, സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ അവിടെ പാക്കിങ് വളരെ എളുപ്പമാണ്. അപ്പോൾ കൂടുതൽ അടുത്തടുത്ത് ഈ മോളിക്യൂളുകൾ നിൽക്കും, ക്ലോസ് പാക്ക്ഡ് ആയിരിക്കും. ഈ ക്ലോസ് പാക്ക്ഡ് ആകുമ്പോൾ കൂടുതൽ എനർജി കൊടുത്തെങ്കിലേ അത് സെപ്പറേറ്റ് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഇനി ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാലോ, ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അത്രയും ആ ബ്രാഞ്ച് നിൽക്കുന്ന ഗ്യാപ്പിലെ മോളിക്യൂൾസ് കുറച്ചും കൂടി ദൂരേക്ക് മാറി. കൂടുതൽ ബ്രാഞ്ചുകൾ വരുമ്പോഴോ കൂടുതൽ കൂടുതൽ ദൂരത്തേക്ക് മോളിക്യൂളുകൾ നിൽക്കുന്നതുകൊണ്ട് ഈ ഡൈപോൾ ഇൻട്രാക്ഷനും ഈ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കുറയുന്നത് കൊണ്ട് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. വെൻ ബ്രാഞ്ചിങ് ഇൻക്രീസസ് ദി ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ഓക്കെ, ഇനി സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഹലജൻ മാത്രം മാറുന്നുള്ളെങ്കിൽ റീസൺ വാണ്ടർവാൾസ് ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് സൈസ് ആൻഡ് മാസ് ഓഫ് ഹലജൻ ആറ്റം, ഹെൻസ് ദി ബോയിലിംഗ് പോയിന്റ് ആൾസോ ഇൻക്രീസസ്. റീസൺ എന്തിനുള്ള റീസൺ ആണ്? ഓക്കെ, RFൽ നിന്ന് RIയിലേക്ക് പോകുമ്പോൾ, ആൽക്കൈൽ ഫ്ലൂറൈഡിൽ നിന്ന് ആൽക്കൈൽ അയഡൈഡിലേക്ക് പോകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതിനുള്ള റീസൺ എന്താണ്? വാണ്ടർവാൾസ് ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് സൈസ് ആൻഡ് മാസ് ഓഫ് ഹലജൻ ആറ്റം. ഫ്ലൂറിൽ നിന്ന് അയഡിനിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ മോളാർ മാസും കൂടുന്നത് കൊണ്ട് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ആ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ആൽക്കൈൽ ഫ്ലൂറൈഡിൽ നിന്ന് ആൽക്കൈൽ അയഡൈഡിലേക്ക് പോകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് സൊലുബിലിറ്റി. ഹാലോ ആൽക്കെയിൻസ് ആർ ഓൺലി വെരി സ്ലൈറ്റ്ലി soluble in water. This is because they cannot form hydrogen bond with water except alkyl fluoride. Okay, water solubility, alkyl halides water solubility വളരെ കുറവാണ്. അതിനുള്ള കാരണം ആൽക്കൈൽ ഹാലൈഡ്സിന് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. എന്നാൽ ആൽക്കൈൽ ഫ്ലൂറൈഡിന് ആ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് വാട്ടറിൽ സോളിബിൾ ആണ്, ബാക്കിയുള്ളതൊക്കെ പാർഷ്യലി അല്ലെങ്കിൽ സ്പെയറിംഗ്ലി സോളിബിൾ ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം കൂടി, അതിന്റെ മെക്കാനിസം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. Nucleophilic substitution reaction. These are reactions in which a weak nucleophile is replaced by a strong nucleophile. Nucleophilic substitution reaction this reaction in which weak nucleophile ne strong ആയിട്ടുള്ള ഒരു nucleophile എന്താണ് replace ചെയ്യാം. Nucleophilic substitution reaction. Nucleophiles are electron rich species attacks at electron deficient center. ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലൊക്കെ നമ്മൾ പിന്നെ +1 പഠിച്ച കാര്യമാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്, എന്നാൽ ന്യൂക്ലിയസ് ലവിങ് ആണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ. അത് എവിടെ അറ്റാക്ക് ചെയ്യപ്പെടും?
ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് അറ്റാക്ക് ചെയ്യപ്പെടും. ആ ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയോഫൈൽ വരുന്നു, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ വരുന്നു. ഇവിടെ CX ബോണ്ടാണ് കാണിച്ചിട്ടുള്ളത്. CX ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? CX ബോണ്ടിൽ C പോസിറ്റീവ് ആയിരിക്കും, X നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന ന്യൂക്ലിയോഫൈൽ എവിടെ അറ്റാക്ക് ചെയ്യപ്പെടുക? ഇറ്റ് ഈസ് അറ്റാക്ക് ടു ദി കാർബൺ ആറ്റം. ആ ന്യൂക്ലിയോഫൈൽ കാർബൺ ആറ്റത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടും. നേരെ ഹലജൻ അവിടുന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ വീക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വന്ന് വീക്ക് ന്യൂക്ലിയോഫൈലിനെ റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷനാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. then അടുത്തതിൻ്റെ മെക്കാനിസമാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് രണ്ട് തരത്തിലുള്ള മെക്കാനിസം ഉണ്ട്. ഒന്ന് ബൈമോളിക്കുലാർ ഉണ്ട്, അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഈ ആദ്യം നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് SN2 മെക്കാനിസം എന്നാണ് പറയുക. എസ് സബ്സ്റ്റിറ്റ്യൂഷൻ, N ന്യൂക്ലിയോഫിലിക്, 2 ബൈമോളിക്കുലാർ. നമുക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കും. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കും. രണ്ടാമത്തേത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അവിടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ടേർഷറിക്കായിരിക്കും, സെക്കൻഡറിക്ക് അതിനേക്കാൾ കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക പ്രൈമറി ഹാലൈഡ്സിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക. അതിനുള്ള റീസൺ ദാറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബൾക്കി സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ് ഇൻ ദി ടേർഷറി ആൻഡ് സെക്കൻഡറി ഹാലൈഡ്സ്. ന്യൂക്ലിയോഫൈൽ കനോട്ട് അപ്രോച്ച്. താഴെ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയോഫൈൽ OH- എന്നുള്ള ന്യൂക്ലിയോഫൈൽ വരുന്നു. അത് CH3Cl അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം ന്യൂക്ലിയോഫൈൽ എവിടെ അറ്റാച്ച് ചെയ്യപ്പെടും? കാർബണിൽ അറ്റാച്ച് ചെയ്യപ്പെടും. ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ OH എന്നുള്ള ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ ബോണ്ട് Cl-ഉമായിട്ട് CX ബോണ്ട് എന്തായി മാറി? C കാർബൺ ഹലജനും തമ്മിലുള്ള ബോണ്ടും പാർഷ്യലായി മാറി. ദെൻ എന്ത് ചെയ്യും? ആ ക്ലോറിൻ ലോസ് ചെയ്ത് പോകും. അപ്പോൾ നോക്കുക, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആദ്യം ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. ഇവിടെ ഹലജൻ, ഇങ്ങനെ ഹലജൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഹലജനും മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ശരിക്ക് ഇങ്ങനെ നിന്നിരുന്ന മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിട്ട് മാറും? ഇങ്ങനെയായിട്ട് മാറും. ഇതിനാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയും. ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാറ്റുള്ള സമയത്ത് കുട എങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഉണ്ടാവുക കുട. ഈ കുട എങ്ങനെയായിട്ട് മാറും? ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും? അല്ലെ, കുട മറിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ അതേപോലെ ആണ് ഇവിടെ നടക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയാണ് ഇവിടെ ക്ലോറിൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോറിൻ ഉണ്ട്, കുടയുടെ അത് മോളിക്യൂളിൻ്റെ ഷേപ്പ് ഇങ്ങനെ നിൽക്കുന്നത്, ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഇവിടെ നിന്നാണ് ആര് വന്ന് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. ന്യൂക്ലിയോഫൈൽ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി ഇത് ഇവിടുന്ന് പോകും. ഇത് വന്ന് ഇവിടെ എന്തായി? ന്യൂക്ലിയോഫൈൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കുട മറിഞ്ഞതുപോലെ. അതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ടെർഷ്യറി ആൽക്കഹോൾസ് ലെസ് റിയാക്റ്റീവ് ആണ് SN2 മെക്കാനിസത്തിൽ. അതിനുള്ള കാരണം എന്താണ്? ഈ ഇടത്ത് ഭാഗത്തു നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഹലജൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്, കാർബണിലേക്കാണ് ഈ ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ടെർഷ്യറിയും സെക്കൻഡറി ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടെർഷ്യറി ആണെങ്കിൽ 3 ഉണ്ടാവും, സെക്കൻഡറി ആണെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ, ബൾക്കി ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിലൂടെ ഈ ന്യൂക്ലിയോഫൈലിന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ടെർഷ്യറിക്ക് റിയാക്ടിവിറ്റി SN2 കുറയാനും അതിനേക്കാളും റിയാക്ടിവിറ്റി ഉണ്ടാവുക സെക്കൻഡറിക്കായിരിക്കും. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക പ്രൈമറിക്കായിരിക്കും. കാരണം അവിടെ ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കാർബൺ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളൊന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ബൈമോളിക്കുലാർ എന്ന് പറയാനുള്ള കാരണം SN2 മെക്കാനിസം, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ റിയാക്ഷനിൽ OH- അതായത് ന്യൂക്ലിയോഫിലിക് ഗ്രൂപ്പ് ഹലോ ആൽക്കൈനുമായി അറ്റാച്ച് ചെയ്യപ്പെടുകയാണ്. അവിടെ വന്നിട്ട് രണ്ടും കൂടി ചേർന്ന് ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഡികമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സിൽ നിന്ന് പ്രോഡക്റ്റ് ആയി മാറുന്ന 2 സ്റ്റെപ്പ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പാണ്.
ഈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവുന്നതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനും സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും ഈ റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ബൈ മോളിക്കുലാർ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ന്യൂക്ലിയോഫിലിക് ഗ്രൂപ്പും അതേപോലെ ഈ സബ്സ്ട്രേറ്റിൻ്റെയും രണ്ടും കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്ന റിയാക്ഷനാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സബ്സ്ട്രേറ്റും റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ബൈ മോളിക്കുലാർ എന്ന് പറയാൻ ഉള്ള കാരണം. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ SN1 മെക്കാനിസം. നമ്മൾ ഇതുവരെ പറഞ്ഞ SN2 ആണ്. SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷനിൽ നടക്കുന്നത് നോക്കുക. അവിടെ ആൽക്കൈൽ ഹാലൈഡ്, ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് CH3 ത്രൈസ് CBr. ആദ്യം നടക്കുന്ന റിയാക്ഷൻ ഒരു പ്രോട്ടോണിക് സോൾവെന്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിൽ അതെന്തായിട്ട് മാറും, കാർബോ കാറ്റയോൺ ആയിട്ട് മാറും, C+ ആയിട്ട് മാറും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് കൊടുത്ത് കാർബോ കാറ്റയോൺ ആയിട്ട് മാറുന്നത്. കാർബോ കാറ്റയോൺ ആയിട്ട് മാറി ആ കാർബോ കാറ്റയോൺ ആണ് എന്തായിട്ട് മാറുന്നത്, കാർബോ കാറ്റയോണിലേക്കാണ്, ആ C+ലേക്കാണ് ന്യൂക്ലിയോഫിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിലാണ് എന്തുണ്ടാവുന്നത്, ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഈ ഒരു റിയാക്ഷനിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ആൽക്കൈൽ ഹാലൈഡ് ആദ്യം എന്തായിട്ടാണ് മാറുന്നത്, കാർബോ കാറ്റയോൺ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് കാർബോ കാറ്റയോൺ ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ അവിടെ ആര് മാത്രമേ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ, ദി കോൺസെൻട്രേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ ഓൺലി ഡിറ്റർമിൻസ് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയാൻ കാരണം, യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയാൻ കാരണം. ആൽക്കൈൽ ഹാലൈഡ് ഓൺലി ഡിറ്റർമിൻസ് ദി concentration of halo alkanes only determines the rate of the reaction. അതുകൊണ്ടാണ് ഇതിനെ യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയാൻ കാരണം. SN1 മെക്കാനിസം എന്നാണ് ഇതിനെ പറയുന്നത്. SN1 mechanism carried out in polar protic solvents such as water, alcohol and acetic acid. അപ്പോൾ ഈ SN1 മെക്കാനിസം നടക്കുന്നത് പോളാർ പ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിലാണ്. വാട്ടർ, ആൽക്കഹോൾ, അസറ്റിക് ആസിഡ് പോലെയുള്ള പോളാർ പ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാനുള്ള കാരണം, SN1 മെക്കാനിസത്തിൽ ആദ്യം നടക്കുന്നത് കാർബോ കാറ്റയോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ കാർബോ കാറ്റയോൺസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു പോളാർ പ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസ് വേണമെങ്കിൽ മാത്രമേ കാർബോ കാറ്റയോൺസ് ഉണ്ടാവുള്ളൂ. ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി SN2 മെക്കാനിസം. പ്രൈമറി ഹാലൈഡ്സിനാണ് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ഉണ്ടാവുക, അതിനേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറി, അതിനേക്കാൾ കൂടുതലായിരിക്കും ടേർഷ്യറി ഹാലോ ആൽക്കെയിൻസ്. അതിനുള്ള കാരണം റീസൺ ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ടേർഷ്യറി കാർബോ കാറ്റയോൺസ് ആർ മോർ സ്റ്റേബിൾ. എന്തുകൊണ്ടാണ് കാരണം, ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളതുകൊണ്ട് കാർബോ കാറ്റയോൺസ് ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ കാർബോ കാറ്റയോൺസ് എത്രത്തോളം സ്റ്റേബിൾ ആണോ അതിനനുസരിച്ചായിരിക്കും അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ടേർഷ്യറി കാർബോ കാറ്റയോൺ സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ടാണ് ടേർഷ്യറി ഹാലോ ആൽക്കെയിൻസ് SN1 മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കാനുള്ള കാരണം. സെക്കൻഡറി കാർബോ കാറ്റയോണിന് ടേർഷ്യറി കാർബോ കാറ്റയോണിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവാണ്, പ്രൈമറിക്ക് അതിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് ആ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം. ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ, മോർ ഈസിലി ദി ആൽക്കൈൽ ഹാലൈഡ് ഈസ് ഫോംഡ് ആൻഡ് ഹെൻസ് ഫാസ്റ്റർ ഈസ് ദി റിയാക്ഷൻ. ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡർ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റിയുള്ള ടേർഷ്യറിക്കാണ്, അതിനേക്കാൾ കുറവാണ് സെക്കൻഡറിക്ക്, അതിനേക്കാൾ കുറവാണ് പ്രൈമറിക്ക്. Since primary halides form primary carbocation, secondary halide form secondary carbocation, tertiary halide form tertiary carbocation. Therefore, the increasing order of reactivity is primary
is less than secondary is less than tertiary. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക ടെർഷ്യറി കാർബോകാറ്റയോൺസിനാണ്. Allylic and benzylic halides are very reactive towards SN1 reaction because of their carbocations, because of stabilization of their carbocations through resonance. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അല്ലൈലിക് ഹാലൈഡ്സും അതേപോലെ ബെൻസൈലിക് ഹാലൈഡ്സും ഇതൊക്കെ SN1 മെക്കാനിസത്തിൽ റിയാക്റ്റീവാണ്. അതിനുള്ള കാരണം സ്റ്റെബിലൈസേഷൻ ഓഫ് കാർബോകാറ്റയോൺ. അപ്പോൾ SN1 മെക്കാനിസം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ് ഫോംഡ് ഫ്രം ദി ആൽക്കൈൽ ഹാലൈഡ് ഓർ അരൈൽ ഹാലൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ അല്ലൈലിക് ഹാലൈഡ്സിലും ബെൻസൈലിക് ഹാലൈഡ്സിലും രണ്ടിലും അല്ലൈലിക് ഹാലൈഡ്സിലും ബെൻസൈലിക് ഹാലൈഡ്സിലും കാർബോകാറ്റയോൺസ് ഉണ്ടാവുന്ന കാർബോകാറ്റയോൺസ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. നേരത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്നുകൂടി ഹൈപ്പർ കോൺജുഗേഷന് പുറമെ ഇവിടെ റെസൊണൻസും കൂടി ഉള്ളതുകൊണ്ട് ആ കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആണ്. അങ്ങനെ കാർബോകാറ്റയോൺസ് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടിൻ്റെയും റെസൊണൻസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ റെസൊണൻസ് കൊണ്ട് രണ്ടും സ്റ്റെബിലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലൈലിക് ഹാലൈഡ്സ് ആൻഡ് ബെൻസൈലിക് ഹാലൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ഇൻ SN1 mechanism. For both SN1 and SN2 reaction, the order of reactivity of halides. ഇവിടെ SN1 മെക്കാനിസത്തിലും SN2 മെക്കാനിസത്തിലും ഡിഫറെൻറ്റ് ഹാലൈഡ്സിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കുറവ് ആൽക്കൈൽ ഫ്ലൂറൈഡിനാണ്. പിന്നെ അങ്ങോട്ട് സൈസ് കൂടുന്നതിനനുസരിച്ച് ആൽക്കൈൽ ക്ലോറൈഡ്, ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ അയഡൈഡ് ആയ ഓർഡറിലാണ്. SN1 മെക്കാനിസത്തിനും SN2 മെക്കാനിസത്തിനും ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് സെയിമും ഡിഫറെൻറ്റ് ഹലജൻസും ആണെങ്കിൽ ഹലജൻസിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇൻ SN1 ആൻഡ് SN2 മെക്കാനിസം ഈസ് ഏറ്റവും കുറവ് ഫ്ലൂറിനും ഏറ്റവും കൂടുതൽ ആൽക്കൈൽ അയഡൈഡിനുമാണ്. അടുത്തത് നമ്മൾ പറയുന്നത് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്, സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ളൊരു സാധനം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച് തുടക്കം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ പറയുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ളത്. സ്റ്റീരിയോ ഐസോമറിസം നിങ്ങൾ പഠിച്ചാട് വെച്ചിട്ടുണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം, അതിൻ്റെ ബാക്കിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ SN2 മെക്കാനിസത്തിലും SN1 മെക്കാനിസത്തിലും എങ്ങനെയാണ് സ്റ്റീരിയോ കെമിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് എന്താണെന്നുള്ളതാണ്. ഇൻ SN2 റിയാക്ഷൻ കംപ്ലീറ്റ് സ്റ്റീരിയോ കെമിക്കൽ ഇൻവേർഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ SN2 മെക്കാനിസത്തിൽ എന്താണ് ഇൻവേർഷൻ ടേക്സ് പ്ലേസ്. ഇൻ SN1 മെക്കാനിസം റെസിമൈസേഷൻ ടേക്സ് പ്ലേസ്. SN2 മെക്കാനിസത്തിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നു. SN1 മെക്കാനിസത്തിൽ റെസിമൈസേഷൻ ആണ് നടക്കുന്നത്. എന്താണെന്ന് ഓരോന്നും വ്യക്തമായിട്ട് നമുക്ക് പറയാം. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ട്സ് ദാറ്റ് റൊട്ടേറ്റ് ദി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആർ കോൾഡ് ഓപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ്. നോക്കുക, എന്താണ് ഓപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്, എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് നമ്മൾ പറയാം. കോമ്പൗണ്ട്സ് ദാറ്റ് റൊട്ടേറ്റ് ദി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആർ കോൾഡ് ഓപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ്. അപ്പം എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലൈറ്റ് എന്താണ് മൾട്ടി ഡയറക്ഷനിലാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അത് മൾട്ടി ഡയറക്ഷനിലാണ്. ഈ മൾട്ടി ഡയറക്ഷനിലായിട്ടുള്ള ലൈറ്റിനെ നമ്മൾ ഒരു മോണോക്രോമാറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂണി ഡയറക്ഷനിലായിട്ട് കിട്ടും. അങ്ങനെ യൂണി ഡയറക്ഷനിലായിട്ടുള്ള ലൈറ്റിനെയാണ് നമ്മൾ പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിന് മാത്രമുള്ളതിനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ചില കോമ്പൗണ്ടുകൾക്ക് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിയും, ചില കോമ്പൗണ്ടുകൾക്ക് ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിനെ ആ ഒരു റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്.